ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പത്രോസ്ലീഹ എഴുതിയ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 24-ാം വാക്യം. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂവ് ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. സകല ജഡവും പുല്ലുപോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയും തന്നെ. പുല്ല് വാടി പൂവ് ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ധനവാനായ മനുഷ്യൻ അവിചാരിതമായി മരണത്തെ നേരിട്ടു എന്നാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു വെച്ചത്. വളരെ അപ്രതീക്ഷിതമായി മരണത്തെ നേരിട്ടു. ദൈവം അവനോട് പറഞ്ഞു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? എന്തുകൊണ്ടാണ് ദൈവം അവനെ മൂഢ എന്ന് വിളിച്ചത്? ഒന്ന്, അവൻ ദൈവവിചാരമുള്ളവനായിരുന്നില്ല. ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഗോഡ്. ദൈവവിചാരമുള്ളവനായിരുന്നില്ല. രണ്ട്, അവൻ ആത്മാവിനെക്കുറിച്ച് കരുതലുണ്ടായിരുന്നില്ല. ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഹിസ് സോൾ. ആത്മാവിനെക്കുറിച്ച് കരുതലുണ്ടായിരുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് ഹിസ് ഡെത്ത്. അവൻ്റെ മരണത്തെക്കുറിച്ച് വിചാരമുണ്ടായിരുന്നില്ല. കാരണം അവൻ പറയുന്നത്, ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ഈ ഏറിയ ആണ്ടുകൾ തിന്നാം, കുടിക്കാം, ആശ്വസിക്കാം, ആനന്ദിക്കാം എന്നാണ് അവൻ പറയുന്നത്. ഏറിയ ആണ്ടുകളുടെ കണക്കാണ് അവൻ പറയുന്നത്. ഫോർ മെനി ഇയേഴ്സ് എന്നാണ് അവൻ പറയുന്നത്. അനേക വർഷങ്ങൾ ജീവിച്ചിരിക്കുമെന്നാണ് അവൻ്റെ കണക്ക് കൂട്ടൽ. മാനുഷികമായ അവൻ്റെ ചിന്തയിൽ അവന് മരിക്കത്തക്ക വാർദ്ധക്യമായില്ല, പ്രായാധിക്യമായില്ല, മരിക്കത്തക്ക പ്രായമായില്ല. അതുകൊണ്ട് ഇനി ഏറിയ ആണ്ടുകൾ സുഖമായി സന്തോഷ സമൃദ്ധിയിൽ ലയിച്ച് ആനന്ദിച്ച് കഴിയാം. സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് ചിന്ത വരുന്നത്. ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക ഞാൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു. എനിക്ക് ആശ്വസിക്കാം, തിന്നാം, കുടിക്കാം, ആനന്ദിക്കാം. എന്നാൽ ദൈവം അവനോട് പറയുന്നു, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു എന്ന് ആശ്വാസം കൊള്ളുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം മറക്കുന്നു. കാരണം ദൈവം അവനൊരു വിഷയമല്ല. ഗോഡ് കോൺഷ്യസ് അല്ല, സോൾ കോൺഷ്യസ് അല്ല, ആത്മാവ് അവനൊരു വിഷയമല്ല. അവന് വചനം അവനൊരു ചിന്താവിഷയം പോലുമല്ല. സകല ജഡവും പുല്ല് പോലെയും അതിൻ്റെ ഭംഗിയെല്ലാം പുല്ലിൻ്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂവ് ഉതിർന്നുപോയി, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പണ്ട് പഠിച്ചു, പിന്നെ പഠിപ്പിച്ചു കുമാരനാശാൻ്റെ സുപ്രസിദ്ധമായൊരു കവിത വീണപൂവ്. നിങ്ങൾ പലരും പഠിച്ചു കാണും. വീണപൂവ്, പൂവ് വീണ് കിടക്കുന്ന എത്രയോ പേര് കാണാറുണ്ട്, നാം കാണാറില്ലേ? പക്ഷേ ആശാന പൂവ് കണ്ടപ്പോൾ, വീണ് കിടക്കുന്ന പൂവ് കണ്ടപ്പോൾ പ്രശോഭിച്ചിരുന്ന ആ വള്ളിപ്പടർപ്പിൽ ശോഭിച്ച് ആ ചെടിയിൽ നല്ല സുന്ദരമായി വിടർന്ന് വികസിച്ച് നല്ല നറുമണവും നല്ല സൗന്ദര്യവും പകർന്ന് പരിസരങ്ങളിലേക്ക് വ്യാപിച്ച് കാണപ്പെട്ടിരുന്ന ആ പൂവ് അത് ഞെട്ടിൽ നിന്ന് അടർന്ന് താഴെ വീഴുന്നത് കണ്ടപ്പോൾ ആശാനിലുള്ള തത്വജ്ഞാനി ഉണർന്നു, തത്വചിന്തകൻ ഉണർന്നു. ആശാൻ പാടുകയാണ്, നിങ്ങൾ ചിലർക്ക് കാണാതറിയുമായിരിക്കും. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ഇന്നു നിന്റെ ആഭൂതി എങ്ങു പുനരിങ്ങു കിടപ്പിതോർത്താൽ. ഹാ പുഷ്പമേ അധിക തുംഗപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിത് ഒരു രാജ്ഞി കണക്കേ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ഇന്ന് നിന്റെ ആഭൂതി എങ്ങ് പുനരിങ്ങു കിടപ്പിതോർത്താൽ. ആ കവിത അവസാനിക്കുമ്പോൾ ആശാനിലുള്ള ആ താത്വികൻ, ദാർശനികൻ പാടിത്തീർക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ?
തത്വചിന്തകനായ കവി ഇങ്ങനെയാണ് പാടിത്തീർക്കുന്നത്. എൻ്റെ കണ്ണേ ഇനിയും ഇനിയും നീ കരയും, കണ്ണേ തിരിച്ചു പോരൂ, നോട്ടം നിർത്ത്, കണ്ണേ മടങ്ങുക, കരിഞ്ഞു വലിഞ്ഞു ആശുമണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീടുകാർക്കും ഇതു തൻ ഗതി, സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴുകിനാവു കഷ്ടം. കണ്ണേ മടങ്ങുക, എൻ്റെ കണ്ണേ നീ ഇങ്ങ് പോരെ, നോക്കണ്ട, നോക്കിയാൽ നീ കരഞ്ഞു പോകും, കരഞ്ഞ് കരഞ്ഞ് നീ വിഷമിച്ചു പോകും. എൻ്റെ കണ്ണേ നീ മടങ്ങിപ്പോരെ, നോക്കണ്ട. വീണ്ടെടുക്കുന്ന പൂവിലേക്ക് നോക്കിയാൽ നിന്റെ അവസ്ഥയും ഇത് തന്നെയാണല്ലോ എന്ന് ഓർത്ത് നീ ഏങ്ങലടിച്ചു പോകും. കരിഞ്ഞു അലിഞ്ഞു ആശുമണ്ണാകും ഈ മലര് വിസ്മൃതമാകും ഇപ്പോൾ. കരിഞ്ഞും അലിഞ്ഞും ഈ പൂവ് അത് മണ്ണിൽ ലയിച്ചു ചേരും. പിന്നെ ആരും അതിനെ ഓർക്കാൻ പോകുന്നു? ഇങ്ങനെ പൂവുണ്ടായിരുന്നു ആരും ഓർക്കാൻ? അത് വിസ്മൃതമാകും. എണ്ണീടുകർക്കും ഇതുതൻ ഗതി. ആരുടെയും കാര്യം ഇങ്ങനെ തന്നെയാണ്. എണ്ണീടുകിൽ, ഓർത്തു നോക്കിയാൽ, വിചാരിച്ചു നോക്കിയാൽ, എണ്ണീടുകർക്കും ഇതുതൻ ഗതി, സാധ്യമെന്തു കണ്ണീരിനാൽ. കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? അവനി വാഴുകിനാവു കഷ്ടം. ഈ പ്രകൃതി, ഈ ഭൂമി ഒരു സ്വപ്നം പോലെ. രാത്രിക്ക് 12 മണിക്കൂറുണ്ട്. ആ 12 മണിക്കൂറിൽ കുറച്ച് സമയമേ മനുഷ്യൻ ഉറങ്ങുന്നുള്ളൂ. ഒരു 6 മണിക്കൂർ, അല്ലെങ്കിൽ പക്ഷേ ഒരു 5 മണിക്കൂർ, അല്ലെങ്കിൽ പക്ഷേ 6-7 മണിക്കൂർ ഉറങ്ങുന്നു. ഈ ഉറങ്ങിക്കിടക്കുന്നതിൽ 1-2 മിനിറ്റ് നേരം പക്ഷേ ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൽ നാം എന്തെല്ലാം കാണുന്നു? അതെല്ലാം വാസ്തവമല്ലല്ലോ. എല്ലാം ഒരു കിനാവ് പോലെ, സ്വപ്നം പോലെ. ഈ ലോകം മുഴുവൻ സ്വപ്നം പോലെ, ലൗകിക ജീവിതം സ്വപ്നം പോലെ. കണ്ണേ മടങ്ങുക, കരിഞ്ഞു വലിഞ്ഞു ആശുമണ്ണാകും ഈ മലരു വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീടുകാർക്കും ഇതു തൻ ഗതി, സാധ്യമെന്തു കണ്ണീരിനാൽ അവനി വാഴുകിനാവു കഷ്ടം. ഈ ലോകം സ്വപ്നതുല്യമാണെന്ന് മലയാള സാഹിത്യത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി വേറൊരു ഭാഗം പറയാം. കുമാരനാശാൻ്റെ വലിയൊരു ആരാധനാപാത്രമായിരുന്നു AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ. വലിയൊരു ആരാധനാപാത്രമായിരുന്നു. മഹാജ്ഞാനിയും പണ്ഡിതനും ശ്രേഷ്ഠനും സാഹിത്യത്തിൻ്റെ മർമ്മം കണ്ട് അത്യന്തം ധന്യാത്മാവുമായ AR രാജരാജവർമ്മ കോയിത്തമ്പുരാൻ അദ്ദേഹം പെട്ടെന്ന് മരിച്ചു. അദ്ദേഹം മരിച്ചപ്പോൾ കുമാരനാശാൻ അറിഞ്ഞു, കവി അറിഞ്ഞു. തൻ്റെ ഗുരുവരനെ പോലെ മാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നയാളുടെ ആ നിര്യാണത്തിൽ അനുശോചിക്കാൻ അവിടെ എത്തി. ചിതയിൽ ശരീരം വെച്ച് ചിതയിൽ ആ ശരീരം കത്തി ദഹിക്കുന്നത് നോക്കിക്കൊണ്ട് നിന്നു. കണ്ണീരില്ല, കരച്ചിലില്ല, മിണ്ടാട്ടമില്ല. മരവിച്ചതുപോലെ അവിടെ നിന്നു, മരവിച്ച് നോക്കി നിന്നു. എന്നിട്ട് അദ്ദേഹം ഒരു സ്വപ്നാടന ജീവിയെപ്പോലെ, ഏതോ ഒരു സ്വപ്നം കണ്ട് അങ്ങനെ പോരുന്നത് പോലെ, രാത്രി നടക്കുന്ന ഒരാളെ പോലെ, രാത്രി സ്വപ്നത്തിൽ നടക്കുന്നൊരു മനുഷ്യനെ പോലെ അദ്ദേഹം തിരികെ പോന്നു. ഏതാനും ദിവസം സ്തംഭിച്ചങ്ങനെ ഇരുന്നു. കണ്ണീരില്ല, കരച്ചിലില്ല, വിലാപമില്ല, ഏങ്ങലടിയില്ല. ഒരു നിർവിചാര ജീവിയായിരുന്നു. പിന്നീട് അദ്ദേഹം കരയാനങ്ങ് തുടങ്ങി. കരയാൻ തുടങ്ങിയപ്പോൾ അത് ഉതിർന്നു വീണത് കാവ്യശീലുകളായിട്ടാണ്. ആ കവിതയുടെ പേര് തന്നെ കരച്ചിലെന്നാണ്, പ്രരോദനം. പ്രരോദനം പഠിച്ചിട്ടുള്ളവർക്കറിയാം, മലയാള സാഹിത്യം പഠിച്ചിട്ടുള്ളവർക്കറിയാം. കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ ദിഷ്ടശ്രീതനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിത് ഇങ്ങ് ഇഷ്ടന്മാർ പിരിയുന്നു ഹാ ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. കഴിഞ്ഞൊരവസരത്തിൽ ഞാനത് പാടിയതാണ്, നിങ്ങൾക്ക് ഓർമ്മ കാണും. സ്ഥാനവലിപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് പ്രയോജനം? ചിതയിൽ വെച്ച ശരീരത്തെ സ്ഥാനവലിപ്പമുള്ള ആളാണെന്ന് വിചാരിച്ച് ചിതയിലെ തീയെ ദഹിപ്പിക്കാതിരിക്കുമോ? ചിതയിൽ വെച്ച് ദഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിതാഗ്നി, ചിതയിലെ അഗ്നി, അയ്യോ ഇത് പ്രഭുതയുള്ള ആളാണ്, ആഠ്യത്വമുള്ള ആളാണ്, മഹാപണ്ഡിതനാണ്, മഹാജ്ഞാനിയാണ്, ഇതൊക്കെ ഓർത്തുകൊണ്ട് ആ ശരീരം ദഹിപ്പിക്കാതിരിക്കുമോ? കഷ്ടം സ്ഥാനവലിപ്പമോ പ്രഭുതയോ സജ്ജാതിയോ വംശമോ
ദിഷ്ടശ്രീ തനുധാടിയോ, ശരീരത്തിന് നല്ല ധാടിമോടി സൗന്ദര്യ പ്രതാപമുള്ളതാണ്. പക്ഷേ ദിഷ്ടശ്രീ തനുധാടിയോ ചെറുതുമിങ്ങോരില്ല ഘോരാനലൻ. സ്പഷ്ടം മാനുഷഗർവമൊക്കെ ഇവിടെ പുക്കസ്തമിക്കുന്നിതിങ്ങിഷ്ടന്മാർ വിരിയുന്നുഹ. ഇവിടമാണ് അധ്യാത്മവിദ്യാലയം. ഇത് സുന്ദരമായ കവിതയാണ് പ്രിയപ്പെട്ടവരെ. കവിത മനോഹരമാണ്. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് വരുമ്പോൾ ഏങ്ങളുടെ ഉയരും. പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ഇതാ തീർന്നു മാറുമ്പോൾ, അപ്പോഴാണ് വിതുമ്പലുകൾ, അപ്പോഴാണ് ഞരക്കങ്ങൾ, അപ്പോഴാണ് നെടുവീർപ്പുകൾ, വിയോഗ ദുഃഖം. വിയോഗത്തിൻ്റെ ആ ദുഃഖാധിക്യം ഹൃദയത്തെ തകർക്കുകയും ആദ്യത്തെ ചില സമയങ്ങൾ ഒരുപക്ഷേ നാം മരവിച്ചതുപോലെ നിന്നാലും പിന്നീട് അണമുറിയാതെ ഒഴുകുന്ന കണ്ണീർ ചോലയിൽ, കണ്ണീർ ചാലുകളിൽ നാം തളർന്ന് അവശരായി കിടന്ന് ബോധം കെടുമാറ് നാം വലഞ്ഞു പോവുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യൻ ഡെത്ത് കോൺഷ്യസ് ആയിരിക്കണം. അവൻ ആത്മാവിനെക്കുറിച്ച് കരുതലുള്ളവനായിരിക്കണം. ഞാൻ പണ്ട് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ ഒരു പ്രഭാത പ്രാർത്ഥന പഠിച്ചു. അത് സ്കൂളിൽ പഠിച്ചതാണ്. അന്നത്തെ മലയാളം പാഠപുസ്തകത്തിൽ അതിലൊന്നാമത്തെ പാഠം അത് പ്രാർത്ഥനയാണ്. ക്ഷണമോരോന്നു പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം, ഗുണം അസംഖ്യമാളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ. ഉണർവോടെന്നുമെൻ പ്രവൃത്തി സമയനിഷ്ഠയോടു ഞാൻ അണുവിടാതെ ചെയ്യുമാർ അനുഗ്രഹിക്ക ദൈവമേ. ഓരോ നിമിഷം കഴിയും തോറും ജീവിതം ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ജീവിതം അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷണം ഓരോന്നു പോകവേ ക്ഷയിച്ചിടുന്നു ജീവിതം, ഗുണം അസംഖ്യം ആളുകൾക്കു ചെയ്തിടേണ്ടതുണ്ടിവൻ. ഉണർവോടെന്നുമെൻ പ്രവൃത്തി സമയനിഷ്ഠയോടു ഞാൻ അണുവിടാതെ ചെയ്യുമാർ അനുഗ്രഹിക്ക ദൈവമേ. സഹോദരങ്ങളെ, ഡെത്ത് കോൺഷ്യസ് ആയിരിക്കുക. ഡെത്ത് കോൺഷ്യസ്, മരണത്തെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക. ഇല്ലെങ്കിൽ ദൈവം നമ്മെ വിളിക്കുന്നത് മൂഢ എന്നായിരിക്കും. ഒന്ന്, ദൈവം ആ ധനവാനായ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കാൻ കാരണം ഹി വാസ് നോട്ട് ഗോഡ് കോൺഷ്യസ്, ദൈവബോധമുള്ളവനായിരുന്നില്ല. രണ്ട്, ഹി വാസ് നോട്ട് സോൾ കോൺഷ്യസ്, ആത്മാവിനെ കുറിച്ച് കരുതലുള്ളവനായിരുന്നില്ല. മൂന്ന്, ഹി വാസ് നോട്ട് ഡെത്ത് കോൺഷ്യസ്, അവന് മരണത്തെക്കുറിച്ച് വിചാരം ഉണ്ടായിരുന്നില്ല. നാല്, ഹി വാസ് നോട്ട് കോൺഷ്യസ് ഓഫ് അതേഴ്സ്, ഹി വാസ് നോട്ട് അതേഴ്സ് കോൺഷ്യസ്, മറ്റുള്ളവരെ കുറിച്ച് കരുതലില്ല, മറ്റുള്ളവരെക്കുറിച്ച് കരുതലുണ്ടായിരുന്നില്ല. അവൻ ഈ പറയുന്നതെല്ലാം എനിക്ക് തിന്നാം, എനിക്ക് കുടിക്കാം, എനിക്ക് ആനന്ദിക്കാം, എനിക്ക് ഏറിയാണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവകൾ ഞാൻ സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികവും വലിയവുമാണത്, എൻ്റെ വിളവും വസ്തുവകയും അതിൽ കൂട്ടിവെക്കും, എല്ലാം എനിക്ക്, എൻ്റെ എല്ലാം എന്നിൽ തങ്ങി നിൽക്കുന്നു. മറ്റുള്ളവരെക്കുറിച്ചൊരു കരുതലില്ല. മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു? പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ വരണമെങ്കിൽ ദൈവബോധം വരണം. മറ്റുള്ളവരെക്കുറിച്ച് കരുതൽ വരണമെങ്കിൽ ആത്മാവിനെക്കുറിച്ച് കരുതൽ വരണം. മറ്റുള്ളവരെ കുറിച്ച് കരുതൽ വരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ മരണമുണ്ട് എന്നുള്ള ചിന്ത വരണം. മരണമുണ്ട്, ഞാൻ ഒരു ദിവസം കടന്നു പോകുമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ മറ്റാരെയും നൊമ്പരപ്പെടുത്താൻ തോന്നുകയില്ല, മറ്റാരെയും ഉപദ്രവിക്കാൻ തോന്നുകയില്ല, മറ്റാരെയും ചതിക്കാൻ തോന്നുകയില്ല, മറ്റാരുടെയും അപഹരിച്ചെടുക്കാൻ തോന്നുകയില്ല. മറ്റുള്ളവരെക്കുറിച്ച് ഒരു കരുതൽ വരും. എപ്പോൾ? മരണമുണ്ട്, എനിക്ക് ഒരു ദിവസം ഞാൻ ഇതെല്ലാം വിട്ട് പോകുമെന്നുള്ള ചിന്ത അത് വന്നാൽ എപ്പോഴും നമ്മുടെ ഹൃദയം ആർദ്രമായിരിക്കും, എപ്പോഴും നമ്മുടെ ഹൃദയം സ്നേഹോഷ്മളമായിരിക്കും, എപ്പോഴും നമ്മുടെ ഹൃദയം കരുണാർദ്രമായിരിക്കും. സ്നേഹിതരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളതാണോ? മറ്റുള്ളവരെ നമുക്കൊരു സ്നേഹവും മറ്റുള്ളവരെക്കുറിച്ച് ഒരു പരിഗണനയും ഉണ്ടോ? അവരും സമാധാനം അനുഭവിക്കേണ്ടതാണ്. അവർക്കുണ്ടാകുന്ന വേദന, അതേ വേദന എനിക്കുണ്ടായാൽ ഞാൻ സഹിക്കുകയില്ലല്ലോ എന്നുള്ള ഒരു ചിന്താഗതി നമുക്കുണ്ടോ? എങ്കിൽ കുടുംബജീവിതങ്ങൾ സമാധാനമുള്ളതായിരിക്കും. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കും, മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കും, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടും, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കും, ഭർത്താവ് ഭാര്യയെ ഓമനിക്കും. ഞാനങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, ഭാര്യയെ ആദരിക്കും, ഭാര്യയെ ഒരു അടിമയെപ്പോലൊന്നും കരുതുകയില്ല. പ്രിയപ്പെട്ടവരെ,
എപ്പോഴും ഭാര്യയെക്കുറിച്ചൊരു കരുതലുണ്ടായിരിക്കും. അവളെ സ്നേഹിക്കും, അവളെ കരുതും, അവളെ ബഹുമാനിക്കും. ഭാര്യയോ ഭർത്താവിന് കീഴ്പ്പെടും, ഭർത്താവിനെ അനുസരിക്കും, ഭർത്താവിനെ ഭയപ്പെടും. ഇതെല്ലാം ബൈബിൾ പറയുന്ന വാക്കുകളാണ്. പത്രോസ്ലീഹായുടെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം ആദ്യ ഭാഗം വായിക്കുമ്പോൾ കാണാം ഭാര്യമാരെ എന്ന് വിളിച്ച് പറയുന്ന വാക്കുകൾ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡിക വായിക്കുമ്പോൾ കാണാം ഭാര്യമാരെ എന്ന് വിളിച്ച് പറയുന്ന വാക്കുകൾ. അത് വായിച്ചു കേൾക്കുമ്പോൾ ഭാര്യമാരെങ്ങനെയാണ് ഭർത്താവിനോട് പെരുമാറേണ്ടതെന്ന് അവിടെ കാണാം. ഭർത്താവിനെ ഭരിക്കരുത്, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. പക്ഷേ ഭർത്താവിനെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെ സ്നേഹിക്കുകയും ചെയ്യണം. അവഗണിക്കരുത്. സഹോദരങ്ങളെ, ഭാര്യയെ ആദരിക്കണം, ഭാര്യയെ ബഹുമാനിക്കണം, ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യയെ കരുതണം. സഹോദരങ്ങളെ, കുടുംബജീവിതം ഭദ്രമാകും എപ്പോൾ? മറ്റുള്ളവരെക്കുറിച്ച് ഈ കരുതൽ വരുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? ഞാൻ ആദ്യം കുടുംബത്തിലെ കാര്യം പറയട്ടെ. അതൊന്ന് ശരിയായിട്ട് വേണ്ടേ നമുക്ക് മറ്റ് രംഗങ്ങളിലേക്ക്, മറ്റ് മേഖലകളിലേക്ക് കടക്കാൻ? നമ്മുടെ കുടുംബം ഐശ്വര്യമായി തീരണ്ടേ? നമ്മുടെ കുടുംബത്തിൽ ഐക്യം വരണ്ടേ? കുടുംബത്തിൽ സ്നേഹം വരണ്ടേ? കുടുംബത്തിലൊരു കൂറിണക്കം വരണ്ടേ? ദൈവത്തിന് സ്തോത്രം. ഞാൻ സാധാരണ പറയാറുള്ള വാക്ക് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഹാർമണി. അതൊരു വലിയ ആനന്ദ അനുഭൂതിയാണ്. ഹാർമണി, ഉള്ളം ലയിച്ചു ചേരുന്ന സ്നേഹം. ഒരു ഉള്ളമങ്ങ്, നല്ല വാക്ക് പറഞ്ഞാൽ സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു ഹൃദയം. അതാണ് വേണ്ടത് കുടുംബജീവിതം. അവിടെ സ്വർഗമുണ്ട്. കുടുംബം സ്വർഗമായി തീരണം. അവിടെ സ്നേഹമായിരിക്കണം നമ്മെ നയിക്കുന്നത്. അങ്ങനെ കുടുംബത്തിൽ തുടങ്ങുന്ന സ്നേഹം മറ്റ് മേഖലകളിലേക്ക് വ്യാപിക്കുന്നു, നമ്മുടെ പ്രവർത്തന രംഗങ്ങളിലേക്ക് കടക്കുന്നു. പ്രവർത്തന രംഗങ്ങളിലെല്ലാം മറ്റുള്ളവരെക്കുറിച്ചൊരു കരുതൽ വരും. മറ്റുള്ളവരെ ആദരിക്കും, മറ്റുള്ളവരെ ശ്രേഷ്ഠരായിട്ട് എണ്ണും. വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട്. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീനെന്ന് അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്നേക്കാൾ അധികം മറ്റുള്ളവൻ്റെ ഗുണമന്വേഷിക്കാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് ഞാൻ മാനുഷിക സംസ്കാരം പ്രാപിക്കുന്നത്, മനുഷ്യൻ മനുഷ്യനായി തീരുന്നത്. ആഥൻസ് ബുദ്ധിജീവികളുടെ നാടായിരുന്നു. ബുദ്ധിജീവികളുടെ നാടായ ആഥൻസിൽ വലിയ തത്വജ്ഞാനികൾ ജീവിച്ചിട്ടുണ്ട്, വലിയ പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ട്, വലിയ വലിയ ബുദ്ധി രാക്ഷസന്മാർ ജീവിച്ചിട്ടുണ്ട്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഹൊറാസ് മുതലായ പണ്ഡിതന്മാർ, വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ. കുട്ടികൾ പഠിച്ചിട്ടുണ്ട് ആർക്കിമിഡീസിനെ കുറിച്ച്, യൂറിപ്പിഡീസിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, വിശ്രുതന്മാരായ ചരിത്രകാരന്മാർ, വിശ്രുതന്മാരായ കവികൾ, അനേകം ബുദ്ധിജീവികൾ വസിച്ച നാടാണ് ആഥൻസ്. അതാണ് അഥേന എന്ന് ബൈബിളിൽ പറയുന്ന ആഥൻസ്. ഈ ആഥൻസിൽ ഒരു ദിവസം തിരക്കേറിയ തെരുവിൽ കൂടെ ഒരു മനുഷ്യൻ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ പോകുന്നു. ആളുകൾ കൂക്കി വിളിച്ചു. ശരി, നട്ടുച്ചയ്ക്ക് പോകുന്നതിനെന്തിനാണ് കൂക്കി വിളിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചൂട്ടുകറ്റയുണ്ട്. ചൂട്ടുകറ്റ കത്തിച്ചുകൊണ്ടാണ് പോകുന്നത്. ചിലരെ ഭയത്തോടു കൂടി റോഡ് അരികിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്നു. കാരണം സാധാരണക്കാരനല്ല, വലിയൊരു മഹാജ്ഞാനിയായ ഡെമോസ്തനീസാണ് പോകുന്നത്. മഹാജ്ഞാനിയാണ്, പണ്ഡിത വരേണ്യനാണ്, ശ്രേഷ്ഠനായ മനുഷ്യനാണ്, എല്ലാവരുടെയും ആരാധനാപാത്രമാണ്. നാട്ടിൽ അനേക യുവാക്കന്മാരെ താത്വിക അവബോധമുള്ളവരാക്കി തീർക്കുന്നയാളാണ്. ഈ ഡെമോസ്തനീസ് ചൂട്ടുകറ്റ മിന്നിച്ചുകൊണ്ട് നട്ടുച്ചയ്ക്ക് പട്ടാപ്പകല് നല്ല വെയിലും നല്ല വെളിച്ചവുമുള്ള സമയത്ത് ഇങ്ങനെ റോഡേ നടന്നു പോകുന്നു. പലരും ചോദിക്കാൻ മടിച്ചു. ഇത്രയും ബുദ്ധിജീവിയായ മനുഷ്യനോട് എങ്ങനെ ചോദിക്കും? ഒരാൾ ധൈര്യപ്പെട്ട് ചെന്നു, ഗുരു ക്ഷമിക്കണം, അങ്ങ് എന്താണ് ഇപ്പോൾ ഇങ്ങനെ? എന്താണ്? അല്ല, അങ്ങ് ഈ ചൂട്ടുകറ്റ മിന്നിച്ചുകൊണ്ട് പോകുന്നത് എന്താണ്? അത് ഞാൻ അന്വേഷിക്കുകയാണ്. അല്ല, അതിപ്പോൾ ഈ പകല് അങ്ങ് എന്താ അന്വേഷിക്കുന്നത്? ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. മനുഷ്യനെയോ? ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ മുമ്പൊരിക്കൽ ഇത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മ കാണുമായിരിക്കും. ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുകയാണ്. അവരത്ഭുതപ്പെട്ടു. മനുഷ്യരല്ലേ കാണുന്നത്? എല്ലാവരും മനുഷ്യരല്ലേ? ഈ ആഥൻസിൻ്റെ തെരുവിലൂടെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരോട് പ്രവർത്തിക്കുന്നവരും തെരുക്കോണുകളിൽ നിൽക്കുന്നവരെല്ലാം മനുഷ്യരല്ലേ? അല്ല, ഇവരെല്ലാം മൃഗങ്ങളാണ്. രണ്ട് കാലിൽ നടക്കുന്നതെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ.
മൃഗങ്ങളിൽ നിന്ന് വ്യത്യാസം, ഇവർക്ക് രണ്ട് കാലിൽ നടക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു, മനുഷ്യൻ മനുഷ്യനെ ഹിംസിക്കുന്നു, മനുഷ്യൻ മനുഷ്യനെ വെറുക്കുന്നു. മതത്തിൻ്റെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, സഭകളുടെ പേരിൽ, കൂട്ടായ്മകളുടെ പേരിൽ, ആത്മീയ പ്രവർത്തനങ്ങളുടെ പേരിൽ, ഏതെല്ലാം തരത്തിൽ നല്ല കാര്യങ്ങളുടെ പേരിൽ ചീത്ത ചെയ്യുന്നതായ ആളുകൾ എത്രയോ. മനുഷ്യൻ മനുഷ്യനല്ലാതായിത്തീരുന്നു. സാക്ഷാൽ ഹൃദയ സംസ്കാരം എന്ന് പറയുന്നത്, മാനവീയ സംസ്കാരം എന്ന് പറയുന്നത് നിർമ്മലമായ സ്നേഹമാണ്. ഈ സ്നേഹം നിങ്ങൾക്ക് കുരിശിൽ കാണാം. ഈ സ്നേഹത്തിൻ്റെ നിറവാണ് കുരിശിൽ. അവിടെ ത്യാഗം മാത്രമേ ഉള്ളൂ, അവിടെ സ്നേഹം മാത്രമേ ഉള്ളൂ, അവിടെ ക്ഷമ മാത്രമേ ഉള്ളൂ, അവിടെ വിട്ടുവീഴ്ച മനോഭാവം മാത്രമേ ഉള്ളൂ, അവിടെ എളിമ മാത്രമേ ഉള്ളൂ. ആരോടും പകയില്ല, ആരോടും വിദ്വേഷമില്ല, എല്ലാവരെയും സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, പരിഭവമില്ല, പരാതിയില്ല, പിറുപിറുപ്പില്ല, നിരാശയില്ല. എനിക്കെന്തിങ്ങനെ വന്നു എന്നുള്ള ചോദ്യമില്ല, എനിക്കിത് സംഭവിച്ചല്ലോ എന്നുള്ള നിരാശയില്ല. അവിടെ തളരാത്ത സ്നേഹം, അവിടെ നിഷ്കളങ്കമായ സ്നേഹം, അവിടെ ക്രൂസിലെ സ്നേഹം നാം കാണുന്നു. ആ സ്നേഹമാണെന്ന് വിളിക്കുന്ന പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതായെന്ന് അറിയായികയാൽ ഇവരോ ക്ഷമിക്കണമേ. പ്രിയപ്പെട്ടവരെ, ആ സ്നേഹം എനിക്ക് ക്ഷമിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് സമാധാനത്തോടെ ജീവിക്കുന്നത്. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ ക്ഷമിച്ചു തന്ന സ്നേഹം, ഈ മഹാഭാവിയായ മനുഷ്യനെ കണ്ട സ്നേഹം, എന്നെ വീണ്ടെടുത്ത സ്നേഹം, എന്നെ വിടുവിച്ച സ്നേഹം, സാത്താൻ്റെ ചങ്ങല കുരുക്കൾ അഴിച്ച് എനിക്ക് മോചനം തന്ന സ്നേഹം, പാപത്തിൻ്റെ മ്ലേച്ഛതകളിൽ നിന്നെ കോരിയെടുത്ത സ്നേഹം, തനി ലൗകികനായ എന്നെ ആത്മീയനാക്കാൻ രൂപാന്തരപ്പെടുത്തുവാൻ അധ്വാനിച്ച സ്നേഹം, ഇന്നും എന്നെ രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ അധ്വാനിച്ചു കൊണ്ടെൻ്റെ ചുറ്റും നിന്ന് പ്രവർത്തിക്കുന്ന സ്നേഹം, എൻ്റെ മേൽ തൻ്റെ കരം വെച്ച സ്നേഹം, എന്നെ തലോടിയ സ്നേഹം, എൻ്റെ പാപക്കറകൾ കഴുകിയ സ്നേഹം. ദൈവമക്കളെ, ഈ അത്ഭുത സ്നേഹമാണ് ഇന്ന് നിങ്ങൾ സന്ധിക്കുന്നത്, നിങ്ങൾ വിളിക്കുന്നത്. ഈ സ്നേഹം നിങ്ങൾ ക്ഷണിക്കുകയാണ്. മകനെ, ക്രൂസിലെ സ്നേഹത്തിലേക്ക് ഓടി വരൂ. നീ മൂഢനാകാതെ ജ്ഞാനിയാകൂ. ആത്മാവിന് വേണ്ടി കരുതൂ, മറ്റുള്ളവരെ കുറിച്ച് കരുതൂ, നിന്റെ മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവനായിരിക്കൂ, ദൈവത്തെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കൂ. മോനെ, നീ ഒരു മണ്ടനായി പോകല്ലേ, നിന്റെ ഭൗതിക ജീവിതം നഷ്ടപ്പെടുത്തി കളയല്ലേ. നിന്റെ ജീവിതം നിത്യ സ്വസ്ഥതയ്ക്ക് വേണ്ടി നീ ഏൽപ്പിച്ചു കൊടുക്കൂ. നിത്യജീവൻ നീ പ്രാപിക്കൂ. യേശു ക്രിസ്തു സ്നേഹവായ്പോടെ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. സക്കായിയെ, വേഗമിറങ്ങി വാ എന്ന് വിളിച്ച സ്നേഹം. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്ന എന്താന്ന് വിളിച്ച സ്നേഹം. മാർത്തയെ, മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞതായ സ്നേഹം. ശീമോനെ, ശീമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ മാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു എന്ന് പറഞ്ഞ ആ നിർമ്മല സ്നേഹം. ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ച സ്നേഹം. ആദാമേ, ആദാമേ എന്ന് വിളിച്ച സ്നേഹം. ആ നിസ്തുല സ്നേഹം ഇപ്പോൾ നിങ്ങൾ വിളിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം നിങ്ങൾ തുറക്കുവീൻ. ദാദാ, നീ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നതിനാൽ ഞാനിതാ വരുന്നു. എന്റെ മേൽ നിന്റെ കരം വെക്കണമേ, എന്റെ മേൽ നിന്റെ തിരുരക്തം പുരട്ടണമേ, എന്നെ തിരുരക്തത്തിന് മുദ്ര അണിയിക്കണമേ, എന്റെ പാപബന്ധനങ്ങൾ അഴിക്കണമേ, ദുശ്ശീലങ്ങൾ മാറ്റണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, തിരുരക്തത്തിന്റെ അത്ഭുത സ്നേഹത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന കൃപയ്ക്കായി സ്തോത്രം. ആത്മാവിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദാഹം ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം. സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഞങ്ങൾക്ക് പകരുന്നതിനായി സ്തോത്രം. നിത്യജീവന് വേണ്ടി ഞങ്ങൾ ഒരുക്കുന്നതിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരുടെ മേലും തൃക്കരം വെക്കണമേ, എല്ലാവരെയും ശാന്തിയിലേക്ക് നയിക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. നിത്യജീവന്റെ ഉറപ്പെല്ലാവർക്കും നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുരാജന്റെ അത്ഭുത നാമത്തിൽ തന്നെ.